അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോനെ ഫൈസലേ, ഉമ്മ വിളിച്ചു. ആ ഉമ്മ, എന്തൊക്കെയാ മോനെ വർത്താനം? ഉമ്മ റാഹത്തായിട്ട് പോകുന്നു. അല്ല, ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഉമ്മ? പ്രമുഖനായ അറബിയുടെ പാർട്ട്ണർഷിപ്പിലല്ലേ, പെട്ടെന്ന് ക്ലിക്കാകാതിരിക്കുവോ? ആ, അല്ലെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ ഈ എൻ്റെ മുതലാളിയൊക്കെ പണ്ടേ ഉഷാറാണല്ലേ. എന്തോ ഉമ്മ അങ്ങനെയൊക്കെ പറയണത്? അല്ല മോനെ, ഞാൻ മുതലാളി എന്നൊക്കെ പറഞ്ഞു, എൻ്റെ അമ്മോശങ്ങാക്ക് തന്നെയാണല്ലേ ആകാൻ പോകുന്നത്. ഒരു നിമിഷം ഫൈസൽ. ഉമ്മ ആയിട്ടൊന്നുമില്ലല്ലോ. എന്താടാ അങ്ങനെയൊക്കെ പറയണത്? എൻഗേജ്മെന്റ് കഴിഞ്ഞു പോയതല്ലേ ഞാന്. സത്യം പറഞ്ഞാൽ ഐഷമ്മയുടെ വയറൊന്ന് കാളി. എൻ്റെ കുട്ടിയെ ഇജ്ജ് പേടിപ്പിക്കില്ല മനുഷ്യനെ. ഉമ്മ അതല്ലേ, ഞാന് പറഞ്ഞെന്ന് മാത്രം. എൻ്റെ പൊന്നാര കുട്ടിയെ ഇജ്ജ് മനുഷ്യനെ ബേജാറാക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ആറ്റു നോറ്റൊന്നും ഇങ്ങോട്ട് റെഡിയായി കിട്ടിയതാണ്. എന്തോ ഉമ്മ, അല്ല നിങ്ങൾ തമ്മിൽ പൊരുത്തത്തിൽ തന്നെ അല്ലേ? ഐഷുമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഫൈസൽ പറഞ്ഞു, ഉമ്മ അതിപ്പോൾ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എൻഗേജ്മെൻ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഉറപ്പിച്ചിടുന്നു മാത്രം, അല്ലാതെ ഞാനും ഓളും സമ്പർക്കത്തിലാകാനുള്ള കാരണങ്ങളൊന്നും ഇല്ലല്ലോ അതിൽ. എന്താ ഫൈസലെ ഈ പറയണത്? ഈ മനുഷ്യനെ ബേജാറാക്കണോ? എന്നെ പൊന്നാരുമ്മ അല്ല എന്ന് പറയാ. നിക്കാഹ് കഴിഞ്ഞാൽ ഓക്കെ എന്തും പറയാം, പക്ഷെ എനിക്കൊന്നും പറയാനില്ലല്ലോ. റഹ്മാനെ ഒക്കെ ശരിയായി, നല്ല മട്ടത്തിലാക്കി പോന്നാണ്. നുസൈബാൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് നിക്കാഹിനാണ്ട് വരാന്നൊക്കെ പറഞ്ഞുകാണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരിന്നൊക്കെ. എന്താ ഇപ്പോൾ കാട്ടുക? അല്ല ഫൈസലേ, ഞാൻ എന്നോട് കാര്യമായിട്ട് ചോദിക്കണേ. എനിക്ക് എൻ്റെ എല്ലാ മക്കളുടെ കാര്യത്തിലും ഇപ്പം സമാധാനമാണ്. എൻ്റെ കാര്യത്തിലും എനിക്ക് സമാധാനം തന്നെയാണ്. ഇപ്പോൾ പിടിച്ച എനിക്കെന്താ ഒരു മാറ്റം? ഉമ്മ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്നല്ലേ. എന്നാലും മോനെ അങ്ങനല്ലല്ലോ പറയേണ്ടത്. എൻ്റെ ഫൈസലേ, എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കണ്ട കേട്ടോ. വേണ്ടാതെ നിൽക്കണ്ട. കുറേ ഞാൻ ക്ഷമിച്ചിക്കണ്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ. ഉമ്മ അപ്പോഴേക്കും പിണങ്ങി അല്ലേ. അല്ല ഉമ്മ എന്തിനു വിളിച്ചത്? കാര്യം പറയൂ. എന്താടാ, എനിക്ക് എൻ്റെ കുട്ടീനെ വിളിക്കാൻ പാടില്ല? അല്ലമ്മ, ഞാൻ ചോദിച്ചൊന്ന് മാത്രം. എന്തെങ്കിലും അല്ല, പ്രസവം കാര്യങ്ങളൊക്കെ ഒക്കെ അറിഞ്ഞു കേട്ടോ, റാഹത്തായെന്ന് കേട്ടു. ഉമ്മ മൗനം പാലിച്ചു. എന്താ ഓൻ്റെ കുട്ടി ഉണ്ടാണ്ടിയതേനു, ഓന് ഒഴിവാക്കിയിട്ടല്ലേ ഇപ്പോൾ എന്തായാലും മറ്റോൻക്കായത്. അതെല്ലാം നന്നായി ഉമ്മ മനസ്സിൽ പറഞ്ഞു. ഉമ്മ അല്ല, മുടികളച്ചിൽ അത് 7നോ 14നോ? പൊന്നു മോനെ, അത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വിളിച്ചത്. 14 7 ഉമ്മ? 7 തന്നെ ആക്കാന്ന് പറഞ്ഞു. അതല്ലേ ഏറ്റവും നല്ലത്. മുടി കളയലും നമ്മളെ ഷാമോ 2 3 കന്നുകാളെ കൊടുന്ന് ഏൽപ്പിച്ചിക്കണ്, അതും കിട്ടുന്നു. ഉമ്മ 3എണ്ണൊക്കെ ഉണ്ടോ? എൻ്റെ പൊന്നാര കുട്ടി, ആർക്കൊക്കെ ഇത് എത്തിച്ചണം? നമ്മളെ കുടുംബങ്ങൾ തന്നെ എത്രങ്ങാനുണ്ട് കുടുംബങ്ങൾ. ഓൻ്റെ ചങ്ങായിമാർ, ഓൻ്റെ കടയിത്തോല്, സ്റ്റാഫ്, പിന്നെ നമ്മളെ നുസിൻ്റെ കുടുംബക്കാർ, ഫസീലാൻ്റെ കുടുംബക്കാർ, സൗദൻ്റെ കുടുംബക്കാർ, അങ്ങനെയൊക്കെ അല്ലേ. മുന്താസിൻ്റെ കുടുംബൻ്റെ ഓൽക്കും എത്തിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചതല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ. പിന്നെ ഉമ്മാൻ്റെ എന്താ റെജിനളാമ്മാൻ്റെ അവിടെ അങ്ങനെയൊക്കെ കുറേ ഇല്ലേ. അപ്പം പിന്നെ തെയ്യോന്ന് തന്നെയാണ് എനിക്കും സംശയം ഇപ്പോൾ. കാരണം വലിയ കന്നാൾ 3എണ്ണം എടുക്കുന്നൊക്കെ പറഞ്ഞത്. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടിക്കൊന്ന് വരാൻ പറ്റുമോ? ഉമ്മ ഞാൻ വരാൻ വേണ്ടി ശ്രമിക്കാം, പക്ഷേ ഇനിയിപ്പോൾ എത്തുമോ എന്തോന്നും അറിയില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇവരെ മൂപ്പര കാര്യത്തിൽ കുറച്ച് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാനും. മോനെ ഇന്ന് എൻ്റെ കുട്ടി വരണ്ട. പാവം പ്രായമായ ആളല്ലേ, സുഖമില്ലാത്ത ആളല്ലേ. അധികം പ്രായമായിട്ടൊന്നുമല്ലെങ്കിലും സുഖമില്ലാത്ത ആളല്ലേ. അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് ഉമ്മാൻ്റെ കുട്ടീനെ വരണ്ട കേട്ടോ. എന്തൊക്കെ തന്നെ ഇൻഷാ അള്ളാ ഒക്കെ കഴിയട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വരണ്ട് നിക്കാഹിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. ആ ഉമ്മ, ഞാൻ ഇൻഷാ അള്ളാ ഞാൻ പറയട്ടോ. എന്താ മോനെ? ഒന്നുമില്ലമ്മ. അല്ല ഞാൻ പറയാം മോനെ, എൻ്റെ അടുത്ത് മുംതാസ് ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുവോ? ബെസ്റ്റ്. ഓളുമ്മ എൻ്റെ അടുത്തില്ല, ഓലവിടെ റൂമിലല്ലേ. ഞാനിവിടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇവിടെയാണ്. ആ ആയിക്കോട്ടെ, എന്നാലും അവിടുത്തെ ഉമ്മാനോടും ഉപ്പാനോടും ഒക്കെ ഒന്ന് പറയണ്ടിട്ടാ മോനെ. മുന്താസിനോട് പറയാൻ മറക്കരുത് കേട്ടോ. ആ ഉമ്മ ഓക്കെ. അങ്ങനെ അതാ ഫൈസൽ ഫോൺ കട്ട് ചെയ്തു. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, എന്താ പൊത് ഓൻ്റെ ഒരു വർത്താനത്തിലൊരു പിഴവ്. അല്ല, ഓൻ പറഞ്ഞ് എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എന്താ പോനാ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്തൊക്കെയാവും പഠിച്ചവനെ. ഇനി എന്തെങ്കിലും ആയി തീർന്ന ഐഷുമ്മാനെ എന്നെ കിട്ടൂല. ഐഷുമ്മ മനസ്സിൽ വിചാരിക്കുന്നു. ഓൻ്റെ പിന്നാലെ കുട്ടികളെമാരി ഇങ്ങനെ ഓതിക്കൊണ്ട് നടക്കണം. ഇതെന്തൊക്കെ ഉള്ള കുട്ടിയൊന്നല്ലല്ലോ. ഇത് 1 2 പ്രാവശ്യം എന്നല്ല ഇങ്ങനെ. അന്ന് ആ കുട്ടികൾ നല്ല മട്ടത്തിന് കല്യാണാലോചനയായിട്ട് വന്നൊക്കെ റെഡി ആയതായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഓനൊരു മുണ്ടാട്ടല്ലേമ്മ.
ഇപ്പം അതാ എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓന് എന്താണെന്നോ അവൻ്റെ മനസ്സിൽ. ആ ഓനിങ്ങനെ ഓരോ ഇഷ്ടം പോലെ ആടിപ്പാടി നടക്കണം അതേക്കും. ഉമ്മ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചു. ഉമ്മ പെട്ടെന്ന് ഷമ്മാസ് പിന്നിൽ നിന്ന് വിളിക്കുന്നു. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, എൻ്റെ ഷമ്മാസ് എൻ്റെ ഒരു ആൺകുട്ടി തന്നെയാണ്. ഓനക്കില്ലാത്ത എന്താ മറ്റവനക്ക് എന്താ രണ്ട് കൊമ്പ് ഏറെ ഉണ്ടോ എനിക്കറിയില്ല. എന്നാലും ഓനൊക്കെ സമ്മതിക്കണം. ഓന് കെട്ടി ഒഴിവാക്കി ആ പെണ്ണിനാണ് ഇപ്പോൾ ഇവനെ ഏറ്റെടുത്തത്. എന്നിട്ടിപ്പോൾ എന്തിയേ ഓനക്കിപ്പോൾ ഒരു അൽഹംദുലില്ലാ ഒരു കുട്ടിയായി. ഉമ്മ എന്നാൽ ഞങ്ങൾ പോത്തിനൊക്കെ എടുക്കാൻ വേണ്ടി പോയോട്ടെട്ടോ. 2-3 വേണ്ടി വരില്ല അത് തികയോ? മോനെ ഒക്കെ ഒന്ന് കണക്കൂട്ടിച്ച് നോക്ക്. നമ്മളെ നാട്ടുകാരും കുടുംബങ്ങളും എൻ്റെ ഉണ്ട് നമുക്ക് 3-4 ഫാമിലി. എത്ര ഫാമിലി ഉണ്ട്? 3-4-5 ഫാമിലി ഉണ്ട്. അവിടെ ഓരോ കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഫസീൽ അങ്ങനെ പോയോളെ വിചാരിച്ചു ഓല കുടുംബക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ആ ഉമ്മയും ബാപ്പിയും ഓളെ ആങ്ങളൊക്കെ ഒരു പാവാണ്. പിന്നെ വലിയ ആങ്ങള നാത്തൂന് അവിടേക്കും കൊടുക്കാതിരിക്കണം മോശമാണ്. കാരണം ഇവിടൊക്കെ വന്നും പോയിൻ്റെ മനുഷ്യന്മാരല്ലേ. പിന്നെന്ന് വെച്ചാൽ ആ അമ്മയും ബാപ്പിയും ഓലൊക്കെ പെരുന്നാൾക്ക് വരെ കുട്ടികളെ പറഞ്ഞയച്ചിട്ടും അങ്ങനെയൊക്കെ കാട്ടും. ഓളങ്ങനെ കാട്ടിപ്പോയിനിപ്പോൾ അറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓൽക്കുള്ളതും അങ്ങോട്ട് കൊടുത്തേക്കാം. പറയാനുള്ള എല്ലാവരോടും എൻ്റെ കുട്ടി ഒരു ഇതൊക്കെ പറഞ്ഞില്ലപ്പോൾ ഉമ്മ ഒരുവിധം എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചിട്ടും അടുത്തൊക്കെ പോയി പറഞ്ഞിട്ടും ഒക്കെ. എല്ലാവരും എത്തിക്കോളും എന്തൊക്കെ തന്നെയാണ്. പിന്നെ മറക്കണ്ട ആ ചെറുണ്ണ് വരുമ്പോഴേ ഓൾക്കും വേണ്ടി 2-3 പൊതി. കാരണം അത് പണ്ടൊക്കെ മണ്ടേ ഇവിടെ അങ്ങനെ തന്നെയാണ്. അറിവുണ്ടാവുമ്പോൾ ഓളെ പെരീക്കും ഓളെ എന്താ മക്കളോ നാത്തൂമാരോ ഒക്കെ ഇന്നെ നാത്തൂന് കൊടുക്കാൻ ഒരു പൊതി വേണം, ആങ്ങൾക്ക് കൊടുക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞോളൂ. എണ്ണി ചോദിച്ചു. അപ്പോൾ ഒരു 3-4 പൊതി അങ്ങോട്ടുള്ളൂ മാറ്റി വെച്ചാണ്ടിട്ടാ. അല്ലമ്മ അവരൊക്കെ ഈ ബീഫ് ഇതൊക്കെ കഴിക്കുമോ? പൊന്നാര ചങ്ങായിയേ ഒന്നും ഒരു കഴിക്കായൊന്നുമില്ല. അത് ചിലവർ നല്ലോണം കൂട്ടല്ലോ, ചിലവർക്കുള്ളൂ അതൊന്നും പറ്റാത്തത്. ഓൾക്ക് അതിന് കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. ആദ്യേ ഇവിടെ നിന്നൊക്കെ ഇറച്ചിക്കറിയും പത്തിരിയൊക്കെ അങ്ങനെ വിളമ്പി കിടക്കണം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചത് തിന്നൂലെന്ന്. ചിലവർ കൂട്ടൂല. അപ്പോൾ ഇവൾക്ക് ആ കുഴപ്പമൊന്നുമില്ല. ഇവള് പത്തിരി ഇറച്ചിയൊക്കെ നല്ലോണം പള്ളർച്ച് തിന്നലുണ്ട്. ഉമ്മ സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള തന്നെ എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ മോനെ എന്നാൽ പോയിക്കോളി. നല്ല വിശ്വസ്തരായ ആളെ പോയിക്കാണ്ടേ നല്ല ആൾക്കാരുടെ അടുത്ത് പോകണട്ടെ മോനെ. നല്ല പരിചയമുള്ളേ, നല്ലൊരു ന്യൂനതയും കാര്യമൊന്നും ഇല്ലാത്ത വാനട്ടോ. ഉഹിയത്തായാലും അക്കയകത്തായാലും ഒക്കെ നല്ല സാധനം കൊടുക്കണമല്ലോ. എന്തെങ്കിലും ഇതൊന്ന് നോക്കിയെടുക്കണം മോനെ. പൈസ ഏറിയാലും വേണ്ടിയില്ല. ആയിക്കോട്ടെമ്മ. അല്ല മോനെ എൻ്റെ കുട്ടി ഉസ്താദിനൊക്കെ വിളിച്ചു പറഞ്ഞോ? ഇവിടുത്തെ പള്ളിയത്തെ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞുമ്മ. ഇവിടുത്തെ പള്ളിയത്തെ ഉസ്താദ് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്തേ? മൂപ്പരിപ്പോൾ ഉംറൻ്റെ അമീറായി പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയണത്. ആയിക്കോട്ടെ അൽഹംദുലില്ലാ. എങ്ങനെങ്കിലും കുട്ടികൾ രക്ഷപ്പെടട്ടെ. കാരണം 4-5 മക്കളുള്ളതല്ലേ. ഈ മദ്രസും പള്ളി കൊണ്ട് ഇപ്പോൾ എന്താക്കാനാ? പെരൊക്കെ ഒന്ന് നന്നാക്കാൻ എന്തിനൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ ഉംറയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ കുറച്ച് പൈസ കിട്ടുമല്ലോ. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ആളെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആളെ കിട്ടിയിട്ടുമില്ല. ഇനിയിപ്പോൾ ആളെ കിട്ടിയിട്ട് വേണം പോകാൻ. തല്ലേ താൽക്കാലികമാരെ ആരെയും നിർത്തേണ്ടി എന്നൊക്കെ പറയണത്. ഏതായാലും മാഷാ അല്ലാ ഉസ്താദ് പോയിക്കോട്ടെ. ഉംറൻ്റെ അമീറായി പോയാലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ മത്സ്യത്ത് കഴിയാൻ ഉണ്ടാവുമല്ലോ. അല്ല മോനെ ജി നമ്മളെ ഐശുവിൻ്റെ ഉപ്പാനെ വിളിച്ചോ? ഉമ്മ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ച സമയത്ത് വിളിക്കാൻ നിന്നപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയമാണ് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ മോനെ വേഗം ഒന്ന് വിളിച്ച് പറഞ്ഞാലട്ടോ. ഇന്നലെ കണ്ട് പോന്നോട്ടെ. പിന്നെ ആ കുട്ടിനെ കണ്ടിട്ടും കുറേ ദിവസമായിക്കണേ. കുട്ടി ഇങ്ങനെ ചോദിക്കണ്ടേ എന്താ കാട്ടുക. കുട്ടി ഇങ്ങനെ ഉപ്പച്ചിനെ കാണണം. ഞാൻ അങ്ങനെ വിചാരിക്കും റബ്ബേ ആ കുട്ടിക്ക് ഉമ്മല്ലല്ലോ. ഉപ്പയും കൂടി പോയപ്പോഴേ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് വരണേ അല്ലേ കുട്ടീനെ കാണാൻ. ഉമ്മ പാവല്ലമ്മ. മോനെ ഒന്ന് വിളിച്ചാളപ്പം തന്നെ പുറപ്പെട്ടോട്ടെ. 4-5 മണിക്കൂർ യാത്രയില്ലേ അവിടുന്ന്. ഒരു നിമിഷം ഉമ്മാൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി. അല്ല മോനെ ഇവിടെ ഉസ്താദ് ഉംറക്ക് പോവാണ് അമീറായിട്ട് എന്നൊക്കെയല്ല പറഞ്ഞു കേട്ടത്. ഉമ്മ അല്ല ഈ അല്ല പറഞ്ഞത്, വേറെ ആളെ തരുന്നുണ്ടെന്നും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മാൻ്റെ കുട്ടി കേൾക്കുമോ? ഉമ്മ എന്തേ? അല്ലേ ഐഷുവിൻ്റെ അപ്പച്ചി കുറേ അങ്ങ് ദൂരമല്ലേ കിട്ടിയത്, പാവം. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടിക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഐഷുവിൻ്റെ അപ്പച്ചി ഷെരീഫൈസി അതിനിങ്ങോട്ട് പറ്റുമെന്നാവാം. ഉമ്മ ഷെരീഫൈസി ആളുടെ സംഭവമാണമ്മ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം ആ ഒരു ബാങ്കൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. അത്രക്കും മനോഹരമായ ശബ്ദത്തിൽ അത്രക്കും സ്ഫുടതയോടുകൂടി
ശരിക്കും സത്യം പറഞ്ഞ ഉമ്മ ലയിച്ചു പോകും, ആരും മിണ്ടാതിരുന്ന് പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്ക്. ശരിക്കും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അതിനിങ്ങോട്ട് അലിഞ്ഞു ചേരാൻ തോന്നും. മോനെ എടാ ഒന്ന് പറഞ്ഞു നോക്കും ഉമ്മാൻ്റെ കുട്ടി, എന്നാലേ നമ്മളിവിടുത്തെ പള്ളിയത്തെ ഉസ്താദ് ഉംറക്ക് അമീറായി പോകണമെങ്കിൽ ഇനി വേറെ ഒരാൾ ഏൽപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. ഏതായാലും ഇന്ന് വന്നിട്ട് ഒന്ന് വിളിച്ച് നോക്കും ഉമ്മാൻ്റെ കുട്ടി ഇപ്പം തന്നെ. അങ്ങനെ അത് ഷമ്മാസ് വിളിക്കുകയാണ്. ഹലോ ഉസ്താദേ. ആ ഷമ്മാസ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അല്പം വൈകിപ്പോയി, പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വിളിച്ച് പറയലും ഇതൊക്കെ ആയിട്ട്. എന്താ ഷാമോനെ, എന്തുണ്ടെങ്കിലും പറഞ്ഞോളേ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ എന്തും. അതെ, നാളെയാണ് കുട്ടീൻ്റെ മുടികളച്ചിൽ. വിളിക്കാൻ അല്പം വൈകി, കാരണം മിഞ്ഞാന്നൊക്കെയാണ് എനിക്ക് ഇതിൻ്റേതായ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് എത്തിയത്. ഞാൻ ഇന്നലെയൊക്കെ ഓരോ ഓടിപ്പാഴ്ചലും എന്തൊക്കെ ആയിട്ട്. ആ ഷാമോനെ അങ്ങനെയാണല്ലേ. അപ്പോൾ നാളെ എന്നാൽ നിങ്ങൾ ഇന്ന് വരാൻ പറ്റുമോ? നോക്കട്ടെ ഇൻഷാ അല്ലാ. ഇവിടെ ഒരാളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇൻഷാ അല്ലാ ഞാൻ പോരാ. ഇവിടെ ഒരു ഉസ്താദും കൂടെ ഉണ്ട്. ഉസ്താദിനോട് ഞാൻ ജസ്റ്റ് പറഞ്ഞു നോക്കിയിട്ട് വരാം കേട്ടോ. എനിക്കാണെങ്കിൽ കുട്ടിനെ കാണാനും ഐഷുവിനെ കാണാനൊക്കെ വല്ലാത്ത കൊതിയുണ്ട്. കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, ഐഷുവിനെയും കാണാൻ കൊതിയുണ്ട്. സത്യം പറഞ്ഞാൽ പിടിച്ച് നിൽക്കണം ഷാമോനെ. മനസ്സ് മുഴുവൻ അവിടെയാണ്. ഇവിടെ നിൽക്കുന്നുണ്ട് തന്നെ ഉള്ളൂ. മനസ്സ് അവിടെയാണ്, ശരീരം എവിടെയെന്നുള്ളൂ. ഉസ്താദ് നിങ്ങൾ വരി, എന്തൊക്കെ തന്നെയാലോ. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോര്. ഓക്കെ ഷാമോനെ, എന്നാൽ അങ്ങനെ ചെയ്യാം. എന്തെന്നറിയില്ല, ഉസ്താദിന് വല്ലാത്ത സന്തോഷം. ഉസ്താദ് കൂടെ നിൽക്കുന്ന ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ അത് എനിക്ക് ഒന്ന് നാട്ടിലേക്കൊന്ന് പോകണം. അതെന്ത് പെട്ടെന്ന്? അല്ല, അവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ, അതായത് എൻ്റെ കുഞ്ഞ് നിൽക്കുന്ന ആ വീട്ടിലത്തെ കുട്ടിയുടെ മുടികളച്ചിലുമാണ്, അവിടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആയിക്കോട്ടെ ഉസ്താദ്, അതിനെന്താ നിങ്ങൾ പോയിക്കോളി. സത്യം പറഞ്ഞാൽ ആ ഉസ്താദിൻ്റെ സ്ഥിതിഗതികളെല്ലാം അദ്ദേഹത്തിന് അറിയുമായിരുന്നു. ചോദിച്ചിരുന്നു, ഭാര്യ മക്കൾ അവരെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു, എൻ്റെ ഭാര്യ 2 വർഷമായി പോയിട്ട്, ഒരു മോളുണ്ട്, ഒരു 3 വയസ്സായ. അത് കേട്ടപ്പോൾ പിന്നെ ഉസ്താദ് കൂടുതലൊന്നും ചോദിച്ചില്ല. ആ കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ, താരാട്ട് പാടിക്കൊടുക്കുമ്പോൾ മറ്റേ ഉസ്താദ് ശരിക്കും അത് കേട്ടിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിയിരുന്നു. അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിരുന്നു, എടീ ഒരു ഉസ്താദ് വന്നിട്ടുണ്ടെടീ, സുന്ദരനായ സുമുഖനായ ഒരു ഉസ്താദാണ്. എന്താ ചെയ്യുക, ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി, പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, 3 വയസ്സായ ഒരു മോളും ഉണ്ട്. അല്ലാ പാവല്ലേ ഉസ്താദിൻ്റെ കാര്യം. പക്ഷേ ഭാര്യ മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കേട്ടില്ലേ നിങ്ങളെ? അങ്ങനെ ഇക്കാര്യം ആണുങ്ങളായാൽ. അല്ലാതെ പല ആളുകളും ഒരു പെണ്ണുണ്ടാവുമ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കണം, മറ്റൊരു പെണ്ണിനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും. ഒരു പെണ്ണുണ്ടായാലും മറ്റൊരു പെണ്ണിനെ നോക്കലും സംസാരിക്കലും അത് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയാണ് ആണുങ്ങൾ വേണ്ടത്. കണ്ടില്ലേ, ഭാര്യ മരിച്ചിട്ട് 2 വർഷമായിട്ട് പോലും മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുകയോ വേറൊന്നും ഇല്ലാത്തൊരു നല്ലൊരു മനുഷ്യന് ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും മറ്റൊരാണെങ്കിലും 40 കഴിയുമ്പോഴത്തിന് വേറെ പെണ്ണ് കിട്ടും. അങ്ങനെ ഒരു ചിന്താഗതിയാണ്. അതിനെന്താ വേണം, നീ എന്നോട് ചൂടാണ്? അല്ല, ഞാൻ പറയാമെന്ന് മാത്രം. അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ കാരം. 40 ആണ്ട് ഞാൻ മരിച്ച 40 കഴിയാൻ കാത്തു കൈക്കാര്യങ്ങളൊക്കെ പെണ്ണിട്ടാൻ. എൻ്റെ പൊന്നാര സെലീന, ഈ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതാണപ്പോൾ ഈ സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പെണ്ണുങ്ങളാണെങ്കിലോ ഭർത്താക്കന്മാർ മരിച്ചാൽ പിന്നെ ഇരിക്കലും കഴിയലും, പിന്നെ അവർക്ക് വിവാഹമില്ല, ജീവിതമില്ല, ഒരു പിന്നെ കാലാകാലം വിധവകളായി കഴിയുക. അതാണ് ഈ നാട്ടിലത്തെ നാട്ടു നടപ്പ്. പെണ്ണുങ്ങളാണെങ്കിലോ അങ്ങനെ ഇരുന്ന് മരിക്കുവോളം ഓൾക്ക് പിന്നെ ഭർത്താവില്ല. എന്നാൽ ആണുങ്ങളാണെങ്കിലോ 40 കഴിയുമ്പോഴത്തിന് പെണ്ണട് കിട്ടും, പിന്നെ ഓല് ഈ ഭാര്യനെ മറക്കും, പിന്നെ ഓല് വേറെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഓലെ ജീവിതം അങ്ങനെയാണ് പോകും. എന്നിട്ട് പാവം ആദ്യത്തെ കുട്ടികളെ ഇടങ്ങാറായി. അങ്ങനെയാണ് എന്താ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ ഒരു നടപ്പ്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്തെ ഒരു പെണ്ണിനെ വിധവയായിട്ട് വിടാൻ സമ്മതിച്ചിരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ ആ ചരിത്രമൊക്കെ? എൻ്റെ പൊന്നാര പെണ്ണെ, എനിക്കറിയാം. അതെ, നിങ്ങൾക്ക് അറിയില്ലേ, ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയുടെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് അവർ പോയപ്പോഴേ പാതി വഴിയിൽ വെച്ച് ആ മാതാവും മരണപ്പെടുകയായിരുന്നു. പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മു ഐമനായിരുന്നു അവർ മുത്ത് ഹബീബിനെ നോക്കി വളർത്തിയിരുന്നത്. അതെ, ആ മാതാവിൻ്റെ ഖബറിടത്തിൽ നിന്ന് അവിടെ നിന്ന് വേർപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ അത് നോക്കി പോറ്റി വളർത്തി. എന്നിട്ട് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വിവാഹപ്രായമായപ്പോഴേ വിവാഹാന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴേ ആദ്യം എന്ത് ചെയ്തതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്നെ നോക്കിയിരുന്നൊരു മാതാവുണ്ടല്ലോ ഉമ്മു ഏമൻ, അവർക്കൊരു വിവാഹം ആദ്യം, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് എന്നാണ്. കാരണം എന്തിന് ഒരു പെണ്ണിനെ അങ്ങനെ വെറുതെ ഒറ്റക്കിടാൻ പാടില്ല. അങ്ങനെ അവരെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. അതൊക്കെ ആണെങ്കിൽ ഒരു പാടാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണോ? നമ്മുടെ നാട്ടിൽ തീരേ ഇല്ല. പെണ്ണുങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അത് ഏത് ചെറുപ്രായക്കാരാണെങ്കിലും അവർക്ക് പിന്നെ ഭർത്താവും ഇല്ല. അവർ കാലാകാലം വിധവയായി മക്കളെയും പോറ്റി നടക്കുക. ജീവിതത്തിൽ സുഖവും സന്തോഷമൊന്നുമില്ല. ഒരു പിന്നെ മരിക്കോളം അങ്ങനെ. ആണുങ്ങളാണെങ്കിലോ നേരെ തിരിച്ചും വേഗം കണ്ട് പെണ്ണ് കിട്ടും. ഒരു ഭാര്യ മരിച്ചു എന്നുള്ള സങ്കടം പോലും ഇല്ലാതെ. ഇപ്പം കണ്ടില്ലേ, ഒരു മനുഷ്യന് 2 വർഷമായി ഭാര്യ മരിച്ചിട്ട് അയാൾ ഇതുവരെ പെണ്ണ് കെട്ടാൻ നോക്കിയോ? ഇല്ല. ഭാര്യയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കൊല്ലെങ്കിലും കാത്തു നിൽക്കുന്നൊരു മര്യാദയല്ലേ? എവിടെ ഓനെ നോക്കാൻ ആളില്ല, ഓൻ്റെ കാര്യം ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഭയങ്കര കെട്ടിക്കാൻ പൂതിയേക്കാരം. അങ്ങനെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയാം. എൻ്റെ പൊന്നാര സെലീന, കാര്യങ്ങളൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്. ശരിയാണ്, പെൺകുട്ടികൾ വിധവകളായി കഴിഞ്ഞാൽ ആരും കല്യാണം കെട്ടിക്കാൻ തയ്യാറാവില്ല. പക്ഷേ ആണുങ്ങൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കെട്ടും. പക്ഷേ ഉസ്താദ് വെച്ചാൽ അവളോട് അത്രക്ക് മുഹബത്താണടി. അവർ ജീവിച്ചിട്ടില്ല കൂടുതൽ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇതിപ്പോൾ പ്രായമായാൽ പോലും വേഗം പെണ്ണിട്ടിക്കും. മറ്റേത് അതിന് നിൽക്കില്ല. പ്രായമായിട്ടില്ലെങ്കിൽ 18 വയസ്സിൽ ഭർത്താവ് മരിച്ചാലും പിന്നെ ഓള കാര്യത്തിൽ ആർക്കും ഒരു ചിന്ത ഉണ്ടാവില്ല. അല്ലാ, ഏതായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോഴേ ഞാൻ പിന്നെ വിളിക്കാം. സത്യം പറഞ്ഞ ഭാര്യയ്ക്ക് വിളിച്ചത് ശരിക്കും ഉസ്താദിന് വയറ് നിറഞ്ഞെന്ന് തന്നെ പറയാം. എന്തൊക്കെ തന്നെയാലും അതാ ഷെരീഫൈസിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്ത് ഉസ്താദ്? അല്ലേ, ഞാൻ ഭാര്യയോട് നിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നേ. അവൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മൾ ഉത്തരം മുട്ടിപ്പോയി. അത് എന്നാൽ ഭാര്യയോടെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമാണ്. ഇടയ്ക്കിടെ ഉസ്താദ് ഭാര്യയ്ക്ക് വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ ഫോൺ ചെയ്യുവാനും വേണ്ടി ഒരിടത്തേക്ക് മാറിപ്പോകുക പതിവായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഷെരീഫൈസി ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിഷമാവും എന്ന് കരുതിയിട്ട്. എന്തൊക്കെ തന്നെയാലും അല്ലാ, എനിക്കാണെങ്കിൽ സ്വസ്ഥമായി എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പോലും ധൈര്യമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഒരു പെണ്ണിൻ്റെ ഫോണിലേക്ക് അങ്ങനെ വിളിക്കാന്ന് വെച്ചാൽ. കാരണം അത് തെറ്റാണ് റബ്ബേ. പക്ഷേ എൻ്റെ കുഞ്ഞിനെ കാണാൻ അതല്ലാതെ എനിക്കൊന്ന് വേറെ വഴിയുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ കുഞ്ഞ് വാശി പിടിച്ചാന്ന് തോന്നുന്നു. റബ്ബേ, എന്തായാലും ഇന്ന് പോവാണല്ലോ. ഉസ്താദ് പെട്ടെന്ന് തന്നെ ധൃതിയിൽ മാറ്റി. ഉസ്താദെ, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെട്ടോ. ഫൈസ് ഉസ്താദ് പോവാണല്ലേ? ആയിക്കോട്ടെ. ഒരുപാട് ദൂരം ഉണ്ടല്ലേ, കുറച്ച് വെള്ളം ഇതൊക്കെ കയ്യിൽ പിടിച്ചോളി. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാം. ഉസ്താദ് അതാ ഫൈസി ഉസ്താദിനെ യാത്ര അയച്ചു. എത്ര സുമുഖനായ സുന്ദരനായ ഉസ്താദ്. എന്ത് ചെയ്യുക, വേറെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലേക്കും. അങ്ങനെ അതാ ഉസ്താദ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഏകദേശം ഇപ്പോൾ പുറപ്പെട്ടതിന് രാത്രിയാകും എത്തുവാൻ വേണ്ടിയിട്ട്. അന്ന് ഐഷുവിൻ്റെ ഉപ്പച്ചി വരുന്നത് ഒരിക്കൽ പോലും അവർ വിചാരിച്ചിരുന്നില്ല. എന്നാൽ സമീറയോട് അതാ ഐഷു ചോദിക്കുന്നുണ്ട്, ഉമ്മച്ചി എപ്പോഴും ഉപ്പച്ചി വരിക? മോളെ, അത് വരൂട്ടോ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരൂട്ടോ. മോൾക്ക് നല്ല കഥ പറഞ്ഞു തരാം കേട്ടോ. മോളെ മടിയിലിരുത്തി അവളുടെ തലമുടിയെല്ലാം ശരിയാക്കി കൊടുത്ത് നല്ല ഭംഗിയായി ആ കുഞ്ഞു മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് പറയും, മോളെ കാണാൻ എന്ത് ഭംഗിയാണ്. അതെ, എൻ്റെ ഉപ്പ പറയും എൻ്റെ ഉമ്മച്ചിയെ പോലെയാണ് ഞാനെന്ന്. മോളുടെ ഉമ്മച്ചി ഇത്ര സുന്ദരിയാണല്ലോ. അതിന് ഈ ഉമ്മച്ചി സുന്ദരിയാണല്ലോ. അല്ല മോളെ, ഞാൻ കുറച്ച് തടിയൊക്കെ ഓവറായിട്ട് എന്നെ കാണുന്നൊരു രസമല്ലേ മോളെ? ആര് പറഞ്ഞു? കണ്ണാടിയിൽ നോക്കിയിട്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. മോള് മാത്രമേ അങ്ങനെ എന്നെക്കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആരും എല്ലാവരും പറയുമല്ലോ. ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഇവിടുത്തെ ഉമ്മമ്മയോട്. വേണ്ട മോളെ, ഒന്ന് ചോദിക്കണ്ട. എന്തൊക്കെ തന്നെയായാലും അതാ പുത്തൻ വീട് തറവാട്ടിൽ തിരക്കുകൾ കൂടിക്കൂടി വന്നു. അതെ, ആളുകൾ ഉള്ളി തൊലിക്കാനും കാര്യങ്ങൾക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ. നാളെയാണ് മുടികളച്ചിൽ. നമ്മുടെ പുത്തൻ വീട്ടിലെ ഫാത്തിമ കുട്ടിയുടെ മുടികളച്ചിലാണ് നാളെ. എല്ലാവർക്കും തലേ ദിവസം തന്നെ അതാ ഫുഡെല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഉച്ച മുതൽ തന്നെ ആളുകളാണ്. ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും ഒക്കെയായിട്ട് അങ്ങനെ തുടരുന്നുണ്ട്. എന്നാൽ സമീറയാണെങ്കിൽ നിൽക്കാതെ പണിയെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട്.
എല്ലാവരും തിരക്കിലാണ്. പക്ഷേ സമീറ നുസൈബയുടെ കാര്യം മാത്രം മറന്നില്ല. അവൾക്ക് നേരത്തിനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എത്തിക്കുന്നുണ്ട്. നല്ല തിരക്കാണ് അവിടെ, ചുരുക്കി പറഞ്ഞാൽ. എന്നാൽ ഐഷുവിൻ്റെ കാര്യത്തിലും സമീറ മറന്നില്ല. അവൾക്ക് നേരത്തിന് ഫുഡ് കൊടുക്കാനും അതിനും മറന്നില്ല. ഐഷുമ്മയുടെ കാര്യത്തിലും. ഉമ്മ, നിങ്ങളിങ്ങനെ കൂടുതലൊന്നും കഴിക്കാതൊക്കെയില്ലോ. ഉമ്മാക്കുള്ള നേരത്തിനുള്ള ഗുളികയും മരുന്നും എല്ലാം അവൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഉമ്മ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, ഇത്ര തിരക്കിനിടയിലും എൻ്റെ കുട്ടികളെ കാര്യം എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടല്ലോ. എൻ്റെ കുട്ടിക്ക് ഹൈറായൊരു ഭർത്താവിനെ കൊടുക്കല്ല റഹ്മാനെ. ഇനിയും ആ കുടിയൻ്റെ കൂടെ ജീവിക്കാനുള്ള വിധി ഇല്ലാതിരിക്കട്ടെ അല്ലാ. എന്നാൽ ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു കേട്ടു, റാഹിലാനെയും ഷെറീനാനെയും പോലീസ് വിട്ടിട്ടില്ല. നാസറിനെ പോലീസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തുനിന്ന് എന്തോ കാര്യമായിട്ട് എന്തൊക്കെ കിട്ടാണ്ടല്ലോ. ഓല് ശരിക്ക് തെളിവ് തരാത്തത് കൊണ്ടും വ്യക്തമാക്കാത്തത് കൊണ്ടും അവരെ കസ്റ്റഡിയിൽ വെച്ച് ഇപ്പോഴും ചോദ്യം ചെയ്യലും ശിക്ഷിക്കലുമാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ നാസർ ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ ശരിക്കും അതാ അവളുടെ വയറൊന്ന് കാളി. റബ്ബേ പടച്ചോനെ, കാക്കണേ അല്ലാ. ഒരിക്കൽ പോലും അയാളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എന്നെ ഒഴിവാക്കിയിട്ടില്ല എന്നെങ്ങാനും പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ വരുമോ എന്നുള്ള പേടിയുണ്ട് റബ്ബേ. ഞാൻ എന്താ ചെയ്യുക? ജമീലത്താത്ത പറഞ്ഞ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഏതായാലും ഓരോരുത്തരുടെ കാട്ടിക്കൂട്ടിൻ്റെ പേരിൽ കുട്ടികളിവിടെ അനാഥമായി തന്നെ പറയാം. ഓർക്ക് പോലെ തള്ളാറില്ലല്ലോ. എന്താണ് ഇവലൊക്കെ ഓരോ കാട്ടിക്കൂട്ടിൽ. ജമീലത്താത്ത ഓരോ പരിഭവങ്ങൾ ഇങ്ങനെ പറയാണ്. പഠിച്ചും ഓരോരുത്തരോട് പടക്കും. എന്താ ഇപ്പോൾ കിട്ടും, ഓരോന്നും ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു. തള്ളനെയും കൂടി ഇട്ടെറിഞ്ഞ് കാണേണ്ട പോലെ കാട്ടിക്കൂട്ടിൽ. ആ തള്ളനെ വൃദ്ധസ്ഥാനത്ത് കൊണ്ടുപോയിട്ടേക്കണല്ലോ. ഒക്കെ അല്ലേ പറഞ്ഞേക്കണ്, ആർക്കറിയാം. അതെ, പെണ്ണുങ്ങൾ കൂടുമ്പോൾ നാട്ടിലെ പല വർത്താനങ്ങളും കേൾക്കും. അതെ, പുത്തൻ വീട് തറവാട്ടിൽ 4 പെണ്ണുങ്ങളെന്ന് കൂടിയപ്പോൾ നല്ല സംസാര വിഷയങ്ങളാണ്. അതെല്ലാം ഉള്ളി തൊലിക്കുന്നതിനിടയിലും ഓരോ സംസാരങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്കൊക്കെ വരുന്നവർക്കൊക്കെ അല്ലേ എല്ലാം നല്ല കേക്കും ചായയും മിച്ചറും എല്ലാം ചൂടോടുകൂടി അതാ സമീറ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നു. എല്ലാവരും പറഞ്ഞു, നല്ലൊരു പെണ്ണിലേ, കിട്ടിയ ഓല ഭാഗ്യം. എന്താ വെച്ചാൽ ആ കുട്ടി അടങ്ങി നിൽക്കണമല്ലോ പെണ്ണ്. എന്നാലല്ലേ തടിയൊക്കെ കുറേ കുറഞ്ഞിക്കണല്ലോ. ഞാൻ ആദ്യം വന്നപ്പോൾ എന്തോ ഒരു തടിയേനോ, അപ്പം നല്ല പാകയിക്കണേ. എന്നാലും ആ മോറ് കാണാൻ ഒരു ചൊറുക്കന്നല്ലേ. മൂത്ത് കാണാൻ നോക്കുമ്പോഴേ തടി ഉണ്ടെങ്കിലും ഓളെ ചിരി കാണാൻ ഒരു രസമാണ്. എന്താ അറിയില്ല, പാവം പെണ്ണാണ്. ബാപ്പിയൊന്നുമില്ല, ആങ്ങളാർ നോക്കൂല്ലല്ലോ. പിന്നെ പുതിയാപ്പിള അങ്ങനത്തെ ഒരാളാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഏതായാലും വേറെ പെണ്ണും കെട്ടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. ഏതായാലും ഓളെ കാര്യേ ആ കുട്ടി ഇവിടെ എത്തിയ ഐഷുമ്മാക്കും ബെൽക്കും നല്ലൊരു കാര്യമാണ്. എങ്ങനെയാണ് നുസൈബാൻ്റെ കാര്യമാണെങ്കിലും ഐഷുമ്മാൻ്റെ കാര്യം, ഇപ്പോൾ ഇതൊരു കുട്ടി ഇവിടെ ഉണ്ട്, അതിൻ്റെ കാര്യം എല്ലാവരുടെ കാര്യം നല്ല മട്ടത്തിന് നോക്കും. എല്ലാ പണിയെടുക്കും, ഒരു ഏറ്റവും ഇല്ല. എന്തുണ്ടാക്കുകയാണെങ്കിലും ഉമ്മാനോട് ചോദിച്ചും പറഞ്ഞു അങ്ങനെ ചെയ്ത് കണക്കാക്കി. അങ്ങനെ ഒരു ബഹുമാനം, എല്ലാവരും ബഹുമാനം സ്നേഹം, ഒരാളോടൊരു വാക്ക് എതിർത്തി പറയുകയൊന്നുമില്ല. ഏറെ എന്നാൽ സങ്കടം വരുമ്പോൾ കരിന്നൊക്കെ പറഞ്ഞിട്ടത്. അതൊക്കെ തന്നെ. ഏതായാലും ഇല്ല, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതും വലിയ ഭാഗ്യം. അല്ലടി, ഇവിടെ കെട്ടിച്ച് ഒഴിവാക്കിക്കണമെന്നാവോ? അതെന്തേ? അല്ലേ, എൻ്റെ മോന് പെണ്ണ് കിട്ടണമെന്നില്ല. കാരണം അപ്പോൾ ഓൻ പറഞ്ഞത് കെട്ടിച്ച് ഒഴിവാക്കിയതായാലും മാണ്ടിയില്ലമ്മ, ഒന്ന് എവിടെയെങ്കിലും ഉണ്ടാ നോക്കിയെന്നാ പറഞ്ഞത്. ആൺകുട്ടിയൊക്കെ പെണ്ണ് ശരിയാണില്ലേ? ഈ കണ്ട പെൺകുട്ടികളൊക്കെ പഠിച്ചാണ് നടക്കല്ലേ. പിന്നെ അതുമല്ല, അവർക്ക് പുതിയാപ്പിളാരൊന്ന് പ്രായം ഏറാൻ അതും പാടില്ല. ഒക്കെ ചെറിയ ചെക്കന്മാരുമാണെന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്കൊക്കെ ഈ പഠിച്ചണോലല്ലേ പെരിയിൽ ആരും പണ്ടത്തെ മാറി +2 കഴിഞ്ഞേക്കൊന്നും ആരും കെട്ടിച്ചിട്ടില്ലല്ലോ. എല്ലാവരും ഈ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഓരോ കോഴ്സൊക്കെ എടുത്ത് ഓരോരുത്തരും ഓരോ വലിയ വലിയ കോഴ്സൊക്കെ എടുത്ത് പഠിച്ച് എല്ലാവർക്കും പഠനം കഴിഞ്ഞിട്ട് മതി. അതോ അങ്ങനെ ഇങ്ങനെയൊന്നും ചെക്കന്മാരും പോരാ. ഇപ്പോഴത്തെ ഈ പെൺകുട്ടികളൊരു കാര്യമാണ് ആലോചിച്ച് നോക്കണത്. ആണുങ്ങൾ എത്രയേ കെട്ടാൻ കിടക്കണേ, 10, 30, 32 വയസ്സായിട്ട് ഇതുവരെ പെണ്ണിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരും കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴോ എല്ലാവരും ജോലി എന്താ ചോദിക്കണം, പെരയിൽ ആരൊക്കെയുണ്ട്. അപ്പോൾ ഇന്നാളല്ലേ പറഞ്ഞു കേട്ടീനോ, ഒരു പെണ്ണിനെ കാണാൻ പോയപ്പോൾ പെണ്ണ് ചോദിക്കണല്ലോ പെരയിൽ ആർക്കും ഷുഗർ ഉണ്ടോയെന്ന്. അത്ഭുതപ്പെട്ടു പൊന്നാരെ. അപ്പോൾ എന്താണല്ലോ ചപ്പാത്തി ഉണ്ടാക്കേണ്ടിരുന്നത്, എന്നും വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഷുഗർ ഉണ്ടോയെന്നാണല്ലോ ചോദിക്കണത്. പിന്നെ ചോദിക്കണത് എന്താണല്ലോ, ഒറ്റ മോനുള്ളൂ, ഇളയ മോനാണോ? ഇളയ മോനാണെങ്കിൽ പെരിയിൽ അവിടെ തറവാട്ടുകൾ ഉമ്മാനും ബാപ്പാനും നോക്കി നിൽക്കേണ്ടി വരുമല്ലോ. അത് പറ്റൂല. മൂത്ത മോനോ രണ്ടാമത്തെ മോനൊക്കെ ആണെങ്കിൽ പറ്റുള്ളൂ, ഇളയ മോനെ പറ്റൂല. ഒരു മോനുള്ളടത്തേക്കും പറ്റൂല. കാരണം എന്താ, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉമ്മാനും ബാപ്പ തന്നിലും തള്ളലും നോക്കണമല്ലോ. പഴയ പെരിയക്കാരോ
ഇത് പറഞ്ഞാൽ പുതിയ പെരടുത്ത് തോൽക്കണ്ട് വേറെ പോകാമല്ലോ സുഖിച്ചുകൊണ്ട്. അതിന് മടി കുട്ടികളൊക്കെ ഓരോ ചിന്താഗതിയാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കണം. പണ്ടൊക്കെ നമ്മളെ കാലത്തൊക്കെ നമ്മളും കൂടി അറിയില്ല, ബാപ്പാരാണ്ട് കാണാൻ പോലും സമ്മതം മൂടില്ല. നമ്മൾ പുതിയാപ്പിളിനെ പിന്നെ പെരൻ്റെ ഒത്തുന്നേക്കാരം കാണല്. അങ്ങനെയുണ്ട് ഒരു കാലം അല്ലേ ലേഡി. നമ്മളെ പാത്തുമൂനെ കെട്ടിക്കൊടുന്നത് അങ്ങനെ തന്നെ അല്ലേനാ. ഓളെങ്ങനെയോ ഓളോളെ പുതിയാപ്പിളിനെ കണ്ടിട്ടില്ലേനല്ലോ. അതിൽ ഏട്ടൻ്റെയും അഞ്ചാൻ്റെയും കല്യാണം ഒപ്പം കഴിഞ്ഞു പറഞ്ഞു. ഞാൻ ഭയങ്കര കവറിലുള്ള കഥ പറയണേ. അപ്പോൾ ഈ അന്നക്കടി അന്തിക്കാണ് കല്യാണം. അപ്പോൾ കാണാൻ പോലെ ബാപ്പാർ കാണാൻ പോയിക്കാണ്ട് പുതിയണ്ണിനെ പറ്റിക്കാണ്ട് പോരും. പിന്നെ മക്കൾ പോകില്ലല്ലോ. ബാപ്പാർ കണ്ട് പറ്റിയാൽ അത് മതിയെന്ന് പറയല്ലോ. അങ്ങനെ കല്യാണം അന്തിപ്പാതിരക്ക്. അന്ന് ഈ മറ്റേ വെളുക്കല്ലേനാ, ഒന്നെങ്കിൽ മണ്ണെണ്ണൾക്ക് അല്ലെങ്കിൽ ഈ പെട്രോൾ മാക്സ് അല്ലെങ്കിൽ റാന്തൽ. ആ നട്ടപ്പാതിരക്ക് കല്യാണം. ഇപ്പം ഈ പുതിയാപ്പിള വരുന്നതും ഒന്നും പുതിയണ്ണിന് കാണാൻ കജൂരല്ലേ, ഇരുട്ടല്ലേ. പിന്നെ ഇപ്പം എന്താ അതൊക്കെ കണ്ട് തിരിയാണ്ട് ചെറുതാക്കി ആര് കാണുന്നു. അങ്ങനെ പുതിയാപ്പിളിനെ കണ്ടില്ലെന്നാണ് പറയണത്. അങ്ങനെ പിറ്റേന്ന് ഇവർ സൽക്കാരത്തിന് പോവാണല്ലോ. സൽക്കാരത്തിന് പോകുമ്പോണ്ടല്ലോ ഇളച്ചി മൂത്തച്ഛൻ്റെ ഒപ്പം നടക്കണ്. അപ്പോൾ ചോദിച്ചല്ലോ, അല്ല എൻ്റെ പുതിയാപ്പിള അതല്ലേ? അപ്പോഴാണല്ലോ മൂത്ത് കോക്കണം. അറിയില്ല, കണ്ടിട്ടില്ല. അങ്ങനെയാണ് അന്നത്തെ കാലം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ ആൺകുട്ടികളോട് എന്താ നിങ്ങളെ പേര്, എന്താ നിങ്ങളെ സ്ഥലം, പെരയിൽ ആരൊക്കെയാണ്, പെൺകുട്ടികൾ ഇങ്ങോട്ട് ചോദിച്ചണേ. എന്താ കാലം പോയൊരു പോക്ക്. എന്താ ഇപ്പോൾ കാട്ട, കുറേ കുട്ടികൾ കെട്ടാൻ കാത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു കെട്ടിച്ച് തീർത്തതാണെങ്കിലും മണ്ടിയില്ല ഒരു പെണ്ണിനെ കിട്ടുമെന്ന്. ചോദിച്ചു നോക്കി പറയാൻ പറ്റൂലല്ലോ. എൻ്റെ കുട്ടിക്ക് ഒരു വേണ്ടാത്ത പരിപാടിയില്ല. ഒരു വീട് കളിച്ചില്ല, കള്ളില്ല, കഞ്ചാവില്ല, പെണ്ണിടി ഒന്നുമില്ല. ഓ നല്ല മട്ടത്തിന് കഴിഞ്ഞു. 32-33 വയസ്സായി, പെണ്ണ് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ ഇപ്പോൾ കാട്ടുക? ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ കെട്ടിച്ചല്ലാതെ. സമീറാനെ കിട്ടിയാലേ ഖദീജ അനക്ക് നല്ലൊരു കോളേക്കാരം. കാരണം ഒരു പെരേക്ക് മതി ആ പെണ്ണ്. 5 രക്ഷപ്പെടും സമീറാനെങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. സത്യം പറഞ്ഞാൽ അതാ സമീറയെ കണ്ടിട്ട് പലരും അവിടെ കല്യാണാലോചന വരെ നടത്തി തുടങ്ങി എന്നർത്ഥം. എന്നാൽ പുത്തൻ വീട് തറവാടിൽ വീണ്ടും തിരക്കുകൾ കൊണ്ടുവന്നു. ഷമ്മാസ് വലിയ ലോറിയിൽ 3 വലിയ പോത്തുകളെയാണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. എല്ലാവരും അത് നോക്കി നിൽക്കുന്നു. മാഷാ അല്ലാഹ്, എത്രങ്ങാനും വലിപ്പമുണ്ടെന്നാ. വലിയ മുടിയാഴ്ചയിലല്ലേ. എന്തൊക്കെ തന്നെ ആയാലും നാളെ രാവിലത്തെ പരിപാടി അതുണ്ട്, ഉച്ചക്കത്തെ വേറെ ഉണ്ട്, വൈകുന്നേരം ആവോളം പരിപാടി ഉണ്ട് തന്നോ. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ വിളിച്ചു. ഷമ്മാസിനൊരു കുട്ടി ഉണ്ടായതല്ലേ, ഓൻ എല്ലാവർക്കും സഹായം കൊടുക്കുന്ന ആളാണേ. അപ്പോൾ ഒരുവിധ ആൾക്കാരോടൊക്കെ എല്ലാവരോടും വിളിച്ചും പോയൊക്കെ പറഞ്ഞേക്കണേ. എല്ലാവരും വരുവേക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ്. സത്യം പറഞ്ഞാൽ ഐഷുമ്മ പറയുന്നു, മോളെ സെമിയെ ഒന്നവിടെ ഇരുന്നിട്ടാ, ഇങ്ങനെ മണ്ടിപ്പായണ്ട. കുറേ നേരെ ഇക്കണിച്ച് മണ്ടിപ്പായൽ തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ പണിക്ക് എമ്പാടും ആൾക്കാരുണ്ട്. പണിക്ക് വരുന്നവർക്കൊക്കെ ഞാൻ പൈസയും കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇജ്ജ് വല്ലാതെ നിങ്ങൾ മണ്ടിപ്പായണ്ട, ഒന്നവിടെ ഇരുന്നോ. എനിക്ക് ഇജ്ജ് നാളെയും മാണ്ടിരും. ഇന്നിപ്പോൾ ഇജ്ജ് നല്ലോ ചത്തട്ടി പണിയെടുത്താലേ എനിക്ക് കാലടിച്ചിലൊക്കെ നൽകി കഴിഞ്ഞാൽ നാളെ സ്വയിപ്പാകും എൻ്റെ പൊന്നാര പടപ്പേ. എനിക്ക് ഇഞ്ഞു ഇജ്ജ് മാണ്ടി തന്നെ. മതി നിർത്തിക്കാം. ഐഷുമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് സമീർ പറഞ്ഞു, ഉമ്മ അതിനെന്തുമ്മ, എല്ലാവരും പണിയെടുക്കുന്നുണ്ട്, ഞാൻ ഇവർക്കുള്ള ചായ കൊണ്ട് എടുക്കലോ ഒക്കെ കൊണ്ടുവരല്ലോ. മതി ഞാൻ കാച്ചിയാണ് വെച്ചേക്കാൾ. ആവശ്യമുള്ളവരങ്ങനെ എടുത്ത് ഞാൻ ഒരാളെ ഏൽപ്പിച്ച്. എടി ഖദീജ, ആ ചായയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവർക്കൊക്കെ ഒന്ന് കൊടുത്തു വരട്ടെ. കുറേ നേരമായി അത് മണ്ടിപ്പായാണ്. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ താത്ത, അതിനിപ്പോൾ എന്താ. ഓളിങ്ങനെ എടുക്കണേ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പറയേ, പാവം പുതിയാപ്പിള ഇല്ലല്ലോ. ഞാൻ അങ്ങനെ എൻ്റെ മനസ്സൊക്കെ ഒരു ചിന്ത ഇങ്ങനെ വന്നീനു. പുതിയ ഒരു കാര്യം ഞങ്ങളോട് പിന്നെ പറയണ്ട. എന്തേടി? അല്ലാതൊക്കെ ഞാൻ പറയണ്ടേ, പിന്നെ പറയണ്ട്. സത്യം പറഞ്ഞാൽ സമീറയെ വിവാഹം ആലോചിക്കുകയാണ് ഖദീജ അവരുടെ മോനെ കൊണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുത്തൻ വീട് തറവാട്ടിൽ നാളെയാണ് വലിയ മുടികളച്ചിൽ നടക്കുന്നത്. എല്ലാവർക്കും ഇറച്ചി കിട്ടണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ഒക്കെ. ആ മട്ടത്തിന് എല്ലാ കാര്യങ്ങളും ഷമ്മാസ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നു. ഷമ്മാസിനൊരു ഭയമുണ്ടായിരുന്നു. അല്ല ഇതിപ്പോ നമുക്ക് തികയോന്നാവല്ലേ? നിങ്ങൾ പറഞ്ഞ കണക്കിന് തികയും. ഇനി തികയില്ലാന്ന് എന്തെങ്കിലും സാധനം കിട്ടാല്ലേ? ആയിക്കോട്ടെ. ഏതായാലും പഠിച്ചോനെ എല്ലാം റാഹത്തിലാക്കി നീ കഴിച്ച് തന്നെ മോനെ. അന്ന് രാത്രിയായപ്പോൾ ഐഷുവിൻ്റെ ഉപ്പ വന്നിറങ്ങുന്നു. ഷമ്മാസ് ശരിക്കും സന്തോഷിച്ചു. മാഷാ അല്ലാ. ഷാമോനെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദെ വേറെ ക്ഷീണിച്ചിട്ടുണ്ടാവൂല്ലേ? അപ്പോഴേക്കും ഷമ്മാസ് ഉമ്മയോട് വിളിച്ചു. ഉമ്മ, അതെ ഉമ്മയൊന്ന് വിളിക്കോ, ഷെരീഫ് ഫൈസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കോ.
ഷമ്മാസ് തിരക്കിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഉസ്താദെ അങ്ങോട്ട് ചെല്ലി, ഒന്ന് റെസ്റ്റ് എടുത്തോളി, അവിടെ ഓഫീസ് റൂമിലൊന്നും ആളുണ്ടാവില്ല, ചെല്ലി അങ്ങോട്ട് ചെല്ലി. ഷാമോനെ വേണ്ടടാ, ഞാൻ ഇവിടെ അല്ലല്ല അത്രയും യാത്ര ചെയ്ത് വരല്ലേ. എന്നാൽ പെട്ടെന്ന് ഐഷമ്മ മോളെ സമീറ, ആ എന്തോ ഉമ്മ, ഫൈസ് ഉസ്താദ് വന്നിട്ടുണ്ട് മോളെ, ചായ കൊടുക്ക്. പെട്ടെന്ന് സമീറ ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, ഐഷു, അവൾ നേരത്. ഐഷു, ഉപ്പച്ചി വന്നിട്ടുണ്ട് മോളെ. അല്ല ഉപ്പച്ചിയോ? എവിടെ? ഉമ്മച്ചി എൻ്റെ കൂടെ വാ. അവിടെ ഉണ്ടാവും മോളെ, ആൾക്കൂട്ടത്തിനടുത്തേക്ക്. ഉമ്മച്ചിക്ക് വരാൻ പറ്റില്ലല്ലോ, ഉമ്മച്ചി വാ. ഐഷു അതാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് സമീറ മറന്നു നിന്നു. പൊന്നുമോളുടെ ഉപ്പച്ചി വന്ന് കയറുകയാണ്. സത്യം പറഞ്ഞാൽ അവളെ ഒന്ന് വാരി പുണരണം എന്ന് തോന്നി. മോളെ ഞാൻ ഒന്ന് ഫ്രഷ് ആകട്ടെ, കാരണം ഒരുപാട് യാത്രക്ക് ചെയ്ത് വരല്ലേ. എന്നാൽ സമീറ പതുക്കെ പറഞ്ഞു, ഉസ്താദെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഇൻഷാല്ലാ വരാട്ടോ. സത്യം പറഞ്ഞാൽ ഉസ്താദ് അങ്ങോട്ട് വന്നപ്പോൾ സമീറുടെ മനസ്സിൽ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഐഷുവിന് ഒരാളായല്ലോ എന്നുള്ള സന്തോഷമായിരിക്കാം. ഒരു പക്ഷേ അതോ മറ്റു വല്ലതും ഉണ്ടായിരിക്കോ, അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോടൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ടട്ടോ, നമ്മുടെ പുത്തൻവീട് തറവാട്ടിലെ ഷമ്മാസിൻ്റെ കുട്ടിയുടെ ഫാത്തിമ കുട്ടിയുടെ മുടികളച്ചിലാണ് നാളെ. അപ്പം എല്ലാവരും നേരത്തെ കാലത്ത് തന്നെ എത്തിക്കോലിട്ടോ. ഇറച്ചിയൊക്കെ എല്ലാവർക്കും വേണ്ടേ? ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ലൈക്ക് തരുമോ?